ഹലോ, എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ റോളാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കാണാം. അതിനുവേണ്ടി ഞാൻ സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. വേറൊരു പാനിൽ ഞാൻ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മഞ്ഞൾപ്പൊടിയും കുരുമുളകും കുറച്ച് ഷവർമ മസാലയും കൂടി ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് മൈദ ഞാൻ ഇട്ട് കൊടുത്തു. അതിൽ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു നുള്ളുപ്പ് വേണമെങ്കിൽ ചേർക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജിയാണ് കേട്ടോ ഇത്. ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന പുളിച്ച ദോശമാവാണ്. ഞാൻ ഈസ്റ്റ് അങ്ങനെ ഉപയോഗിക്കാറില്ല, വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് ഞാൻ അത് 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇന്ന് എനിക്ക് ടൈം ഇല്ലാത്തിരുന്നതുകൊണ്ട് ഞാൻ 1 മണിക്കൂറായപ്പോൾ തന്നെ എടുത്തു, മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇതെനിക്ക് നറുക്കെടുപ്പിലൂടെ കിട്ടിയ ഒരു പാനാണ് കേട്ടോ. പുതിയ പാനാണ്, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ഞാൻ ഒന്ന് വഴറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒന്നും മൊരിയണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. സവാള ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിന്നിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി എല്ലാ സാധനങ്ങളും ഞാൻ വളരെ കുറച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിക്കനൊക്കെ വളരെ കൂടുതലുണ്ടെങ്കിൽ ഒന്നും കൂടെ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. പക്ഷേ സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് അത് ശ്രദ്ധിച്ചിടേണ്ടി വരും. ക്യാരറ്റ് ഇട്ട് കൊടുത്തു. എല്ലാം ചെറിയ ക്യൂബായിട്ടാണ്, ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിയേണ്ടത്. തക്കാളി ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കുക. ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും എനിക്ക് പച്ചമുളക് വളരെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇറച്ചി പൊരിച്ച് വെച്ചത് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ, അത് വീഡിയോയിൽ കിട്ടിയില്ല. ഇതിടുന്നത് ക്യാപ്സിക്കമാണ്. ഇതിൽ വേറെ മസാലകളൊന്നും, ഗരം മസാലയോ മീറ്റ് മസാലയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ചേർക്കുന്നത് സോസ് മാത്രമാണ്. ഞാൻ ഷവർമ മസാല പൊരിച്ചപ്പം കുറച്ച് ചേർത്തിരുന്നു. വേറെ ഒരു മസാലകളും പിന്നീട് ചേർക്കില്ല. കുറച്ച് കുരുമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ കസ്തൂരി മേത്തിയും ഇട്ട് കൊടുക്കാം. ഇത് ഞാനുണ്ടാക്കിയതിന് ഗ്രീൻ ചില്ലി സോസാണ്. സാധാരണ സോസൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇന്നിപ്പോൾ റെഡ് ചില്ലി സോസ് എൻ്റെ കയ്യിൽ തീർന്നിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച സോസാണ് ഒഴിക്കുന്നത്. ഇതിപ്പോൾ ഗ്രീൻ ചില്ലി സോസാണ്, ഞാൻ ഉണ്ടാക്കിയ ഗ്രീൻ ചില്ലി സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് സോയാ സോസാണ്, അതൊരു സ്പൂൺ മതി. ഇതിലൊക്കെ ഉപ്പ് ചേർന്നിരിക്കുന്നതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് തന്നെ ഇടണം. ഇനി ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ആവശ്യത്തിന് ഒഴിക്കുക. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക എല്ലാം കൂടെ. ഇത് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ചായക്ക് ഇത് കഴിച്ചു തുടങ്ങിയാൽ നിർത്താൻ തോന്നിയില്ല. കുരുമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇവിടെ എല്ലാവർക്കും കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മിക്കതിലും കുരുമുളക് ചേർക്കാറുണ്ട്, പൊടി. ഇത് ഒറിഗാനോയാണ്. ശരിക്കും ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച ഒറിഗാനോ അല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന, എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇട്ട് കൊടുത്ത്. അതൊരിക്കലും ഞാൻ പിന്നീട് ഒരു റെസിപ്പി കാണിക്കാം. പുതിനയിലയും ആഫ്രിക്കൻ മല്ലിയൊക്കെ ചേർത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേക, എൻ്റെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് ഒരു പ്രത്യേക ഡിഫറെൻറ്റ് ടേസ്റ്റാണെന്ന്. അതുകൊണ്ട് ഞാനത് മിക്കതിലും ഇട്ട് കൊടുക്കും, ഇറച്ചി വിഭവങ്ങൾക്കൊക്കെ. അപ്പോൾ ഇത് നമുക്കിനി പരത്താൻ തുടങ്ങാം. റോളാക്കിയിട്ട് ഞാൻ ഒരു ബോൾ പോലെ മുറിച്ച് വയ്ക്കും. 13 കിട്ടി, പക്ഷേ എനിക്ക് 12 ഫില്ലിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ചെറുതായിട്ട് പരത്തി അതിലേക്ക് ഫില്ലിങ് വെച്ചു. ഫില്ലിങ്ങൊക്കെ എത്ര വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ അതിനനുസരിച്ച് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് മടക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. നമുക്ക് കൈ വെച്ച് അമർത്തിയാൽ മതി. ഇത് വെള്ളം ഒന്ന് അതിൽ തൊട്ട് കൊടുത്തിട്ട് വേണം മടക്കി വയ്ക്കാൻ, ഒട്ടിയിരിക്കാൻ വേണ്ടി. ഫില്ലിങ്ങൊക്കെ അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ക്യാബേജൊക്കെ ചേർക്കാം. ക്യാബേജ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു പൊരിച്ചെടുക്കുന്നുണ്ട്. ഈ ചീനച്ചട്ടി ഒരു 45 വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ടാവും. എൻ്റെ അച്ഛന് ഹോട്ടലായിരുന്നു, അപ്പോൾ അവിടെ ഉപയോഗിച്ചിരുന്നു. അന്ന് അപ്പച്ചട്ടിയായിട്ട് യൂസ് ചെയ്തിരുന്നത്. അന്ന് നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടായിരുന്നോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇത് 45 വർഷത്തിലധികമായി. എനിക്ക് ഈ ചീനച്ചട്ടി ഭയങ്കര ഇഷ്ടമാണ്. എണ്ണയൊന്നും പിടിക്കില്ല ഇതിൽ. ഞാനതൊരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ വലിയാൻ വേണ്ടി. സോസ് കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. ഞാൻ സോസ് കൂട്ടി കഴിക്കാറില്ല, ഞാൻ ചായയുടെ ഒപ്പമൊക്കെയാണ് കഴിക്കാറുള്ളത്. സ്വാദിഷ്ടമായ റോള് തയ്യാറായിട്ടുണ്ട്. ഞാൻ മോളെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്, അവൾക്കിത് ഇഷ്ടമാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.